നമസ്കാരം, ക്യാപ്ചർ ന്യൂസിലേക്ക് സ്വാഗതം. 2 ദിവസം മുമ്പ് ഫേസ്ബുക്കിൽ നിക്ഷേപ തട്ടിപ്പിനെ സംബന്ധിച്ച് ഞാനൊരു വാർത്ത ചെയ്തിരുന്നു. അത് കുറച്ച് ലെങ്തി ആയിപ്പോയി, എഴുതിയിട്ടതായതുകൊണ്ട് കുറച്ച് ലെങ്തി ആയിപ്പോയി, വായിക്കാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ എന്നോട് വിളിച്ചു പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചു. നിക്ഷേപ തട്ടിപ്പിനായി ഏജന്റുമാർ, നിക്ഷേപകർ ജാഗ്രത പാലിക്കുക എന്നതായിരുന്നു അതിൻ്റെ ഹെഡിങ്. അനന്തു കൃഷ്ണന്മാർ ഇവിടെ പുതിയ കാര്യമല്ല. ഉടുതുണിയും പണിയായുധവും തട്ടിപ്പിലൂടെ നഷ്ടപ്പെട്ട് ജയിലഴിക്കുള്ളിൽ മാസങ്ങളോളം കിടന്നിട്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയവർക്ക് സർക്കാർ ജോലി ലഭിക്കില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് വീണ്ടും തട്ടിപ്പ് തന്നെ മഹത്തായ സേവനം എന്ന് ഉറപ്പിച്ചവരുടെ കഥയാണ് നിങ്ങളോട് പറയാനുള്ളത്. പകുതി വിലയ്ക്ക് സ്കൂട്ടർ, തയ്യൽ മെഷീൻ, ലാപ്ടോപ്പ്, ഭക്ഷ്യക്കിറ്റുകൾ, വാട്ടർ പ്യൂരിഫയർ, ജൈവവളം എന്നിവയെല്ലാം വാങ്ങിക്കൂട്ടാൻ മലയാള ജനത ഓടിക്കൂടി. അനന്തര ഫലമോ മെയിൻ കൊള്ളക്കാരനെ അങ്ങ് പോക്കി. വഴി കേൾക്കാൻ പ്രധാനമന്ത്രി മുതൽ ജുഡീഷ്യൽ ഓഫീസർ വരെയുള്ള നീണ്ട പട്ടിക. എത്ര അനുഭവിച്ചാലും മലയാളി പഠിക്കില്ല എന്നതാണ് വാസ്തവം. എന്നാൽ അനന്തു കൃഷ്ണന്റെ പിറകിൽ ഓടുന്നവർ താമസിയാതെ കേരളത്തിൽ നിലയുറപ്പിച്ച മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റികളുടെ പിറകെ ഓടേണ്ടി വരും എന്നൊരു സൂചനയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പൊതുമേഖലാ ബാങ്കുകൾ, ഷെഡ്യൂൾഡ് ബാങ്കുകൾ, കേരള കോപ്പറേറ്റീവ് ബാങ്കുകൾ എന്നിവ നൽകുന്നതിലും കൂടുതൽ പലിശ വാഗ്ദാനം ചെയ്ത് കേരളത്തിൽ നിന്നും കോടിക്കണക്കിന് രൂപ നിക്ഷേപമായി സമാഹരിക്കുകയും അങ്ങനെ നിക്ഷേപമായി കിട്ടിയ തുക ഇത്തരം സൊസൈറ്റികളുടെ ഡയറക്ടർ ബോർഡ് മെമ്പർമാർക്ക് ആഡംബര ജീവിതം നയിക്കുവാനും ധൂർത്തടിക്കുവാനും ഉപയോഗിക്കുന്ന കാഴ്ചകൾ നമ്മുടെ കൺവെട്ടത്ത് തന്നെ കാണാൻ കഴിയും. PACL എന്ന വലിയ തട്ടിപ്പ് സംഘത്തെ കേരള ജനത മറന്നു. പേൾസ് തട്ടിപ്പ് കേസിൽ ജയിൽ കടന്ന് പുറത്തിറങ്ങിയ കൊട്ടാരക്കര ചെങ്ങമനാട് സ്വദേശികളായ ദമ്പതികൾ പഴയ പേൾസ് ഏജന്റുമാരെ വീണ്ടും കളത്തിലിറക്കി പൊതുജനത്തിൽ നിന്നും പിരിച്ചെടുത്ത തുക ഉപയോഗിച്ച് ഫാമുകൾ, പ്രൈവറ്റ് ബസ് സർവീസുകൾ, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ, ഹോസ്പിറ്റലുകൾ, വയൽ നികത്താനും കുന്ന് ഇടിച്ച് നിരപ്പാക്കാനും വേണ്ടി മണ്ണു മാന്തി യന്ത്രങ്ങൾ, ടിപ്പറുകൾ എന്നിവ സ്വന്തം നിലയിൽ വാങ്ങിക്കൂട്ടി ആഡംബര ജീവിതം നയിക്കുകയും വസ്തുക്കൾക്ക് വാല്യുവേഷൻ കൂട്ടിക്കാണിച്ച് സൊസൈറ്റികളിൽ നിന്നും കോടിക്കണക്കിന് രൂപ കൈവശപ്പെടുത്തി മറ്റു ചിലർക്ക് സമാനമായ രീതിയിൽ ലോൺ തരപ്പെടുത്തി കൊടുത്തിട്ട് ഭീമമായ കമ്മീഷൻ കൈപ്പറ്റിയും പൊതുജനത്തെ വിഡ്ഢികളാക്കിക്കൊണ്ട് കോടികളുടെ തിരിമറി നടത്താനും അതിനെ സംരക്ഷിക്കാൻ ചെങ്കൊടിക്ക് കീഴിൽ അണിനിരന്നാൽ എല്ലാം ശുഭകരമെന്ന് കരുതി സന്തോഷത്തിൽ ജീവിക്കുകയാണ്. കേരളത്തിലെ കോപ്പറേറ്റീവ് സൊസൈറ്റി നിയമങ്ങൾ പാലിക്കേണ്ടതില്ല എന്നതാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളുടെ കൊള്ള തടയാൻ സർക്കാരിന് കഴിയാതെ പോയത്. കേരളത്തിൽ നിന്നും ശേഖരിച്ച കോടിക്കണക്കിന് തുക ഇവർ തങ്ങളുടെ ഇഷ്ടാനുസരണം വിതരണം ചെയ്തു. ഇതിലൂടെ വലിയ സാമ്പത്തിക തട്ടിപ്പുകളും ഭൂമി കൈവശപ്പെടുത്തലുകളും നടന്നു എന്നതും വാസ്തവം. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഇപ്പോൾ കേരളത്തിൽ പെരുകുന്നു. ഇടതുപക്ഷ സർക്കാരിനും പാർട്ടിക്കും പ്രവർത്തകർക്കും അണികൾക്കും സാധാരണ ജനവിഭാഗത്തിനും എന്നും താങ്ങും തണലുമായി നിന്ന ചെറുകിട സൊസൈറ്റികൾ, അർബൻ ബാങ്കുകൾ, താലൂക്ക് സഹകരണ സംഘങ്ങൾ, ഹൗസിംഗ് ബോർഡ് സൊസൈറ്റികൾ, ജില്ലാ ബാങ്കുകൾ ആയി പ്രവർത്തിക്കുന്ന കേരള ബാങ്കുകൾ ഇവയെ ക്രമേണ നശിപ്പിച്ചു കളയാൻ കേന്ദ്ര സർക്കാരിന്റെ അറിവോടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സൊസൈറ്റി എന്ന തലത്തിൽ കുമിള് പോലെ കേരളത്തിലാകെ പടർന്നു കഴിഞ്ഞു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ. കേരളത്തിന്റെ ഗ്രാമങ്ങളും നഗരങ്ങളും ഇവർ വിഴുങ്ങിക്കഴിഞ്ഞു. ഇടതുപക്ഷ സർക്കാരിനെ നാളിതുവരെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ വരവ് കൊണ്ടുണ്ടായ നഷ്ടം മനസ്സിലായില്ല. എന്നാൽ ഇപ്പോൾ സർക്കാരിന് ഏകദേശം കാര്യം പിടികിട്ടി. ആദ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ വളരുന്ന ഈ സ്റ്റേറ്റിന്റെ യൂണിവേഴ്സിറ്റികൾ അവർ ഗവർണർമാരെ ഉപയോഗിച്ച് താറുമാറാക്കിക്കൊണ്ടിരിക്കുന്നു. അടുത്തത് സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കി കൊണ്ടുപോകുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥാപനങ്ങളെ തകർക്കുക എന്ന ഉദ്ദേശമായിരുന്നു. അതിനവർ ഉപയോഗിച്ച മാർഗമാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളെ ഇവിടെ വാഴിക്കുക എന്നത്. ചെറുകിട സൊസൈറ്റികൾ മുതൽ കേരള ബാങ്കുകൾ വരെ നിക്ഷേപകരെ കിട്ടാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. കേരളത്തിലെ ചെറുതും വലുതുമായ സൊസൈറ്റികളെ പൂട്ടിക്കുക എന്ന ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുന്ന മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളെ വിശ്വസിച്ച് പണം നിക്ഷേപിക്കുന്നവരുടെ അറിവിലേക്ക് നിങ്ങൾ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് കേന്ദ്ര ഗവൺമെന്റോ സംസ്ഥാന സർക്കാരോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോ യാതൊരു ഉത്തരവാദിത്വവും വഹിക്കുന്നത് അല്ല എന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിരന്തരം പത്രമാധ്യമങ്ങളിലൂടെ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയതല്ലേ? എന്നിട്ടും ചില പേപ്പർ കഷ്ണങ്ങളുമായി നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇവർക്ക് പിടികൊടുക്കുന്നത്? കാരണം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ നടത്തിപ്പുകാരുടെ ചരിത്രം നിങ്ങൾക്കറിയില്ല. അവർ തട്ടിപ്പെന്ന ആശയത്തിന്റെ കാവൽക്കാരാണ്.
കൊട്ടാരക്കര ടൗണിൽ മാത്രം നിലവിൽ 4 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റികൾ ബോർഡ് വെച്ച് പണപ്പിരിവ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള എല്ലാവിധ നാഷണലൈസ്ഡ് ബാങ്കുകളും കൊട്ടാരക്കരയിൽ പ്രവർത്തനം നടത്തുന്നുണ്ട്. കൂടാതെ പ്രൈവറ്റ് ബാങ്കുകളുണ്ട്, അതോടൊപ്പം തന്നെ സൊസൈറ്റികളുണ്ട്, ധാരാളം സൊസൈറ്റികൾ കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള എല്ലാവിധ സൊസൈറ്റികളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് കൂടാതെയാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതല്ല. കൊട്ടാരക്കര ടൗണിൽ തന്നെ ശ്രീ ധനലക്ഷ്മി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എന്ന പേരിൽ ഒന്ന് തുടങ്ങിയിട്ടുണ്ട്. വിന്നേഴ്സ് റോയൽ വർഷ എന്ന പേരിൽ മറ്റൊരു സൊസൈറ്റി വന്നിട്ടുണ്ട്. അതിന്റെ ബോർഡിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃതം എന്നൊക്കെ. ഇവിടെ റിസർവ് ബാങ്ക് നേരിട്ട് നിയന്ത്രിക്കുന്ന നാഷണലൈസ്ഡ് ബാങ്കുകൾക്ക് മാത്രമേ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അണ്ടർടേക്കിംഗ് എന്ന് എഴുതി വെക്കാൻ സാധിക്കൂ. എന്നിരിക്കെ ഇവർക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ എഴുതി വെക്കുമ്പോൾ ഈ നിക്ഷേപകരൊക്കെ അങ്ങോട്ട് ചെല്ലും, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അപ്പം നമുക്ക് ധൈര്യമായിട്ട് ചെല്ലാം, പൈസയൊക്കെ വാരിയിടാം, ഒരു കുഴപ്പമില്ലെന്നൊക്കെ കരുതിയിരിക്കും. അറിയത്തില്ല. ഇനി അറിഞ്ഞിട്ടും ഇനി മറ്റാരും അറിയാതെ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പൈസ ഇടുന്നത് സേഫാണെന്ന് ചിന്തിക്കുന്നവരാണോ? കൊട്ടാരക്കരയിൽ ഇതിന് മാത്രം പൈസ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഇത്രയധികം സ്ഥാപനങ്ങൾ ഇവിടെ വന്നുകൂടാൻ. അടുത്ത മറ്റൊരെണ്ണം വരാനിരിക്കുന്നുണ്ട്. അതിന്റെ പേര് ദ സെൻട്രൽ ഫിനാൻസ് ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോപ്പറേറ്റീവ് ഇന്ത്യ ലിമിറ്റഡ് എന്നാണ്. ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾക്കുള്ള മാർഗരേഖ 19/2/2025 സംസ്ഥാന സർക്കാർ പ്രകാശനം ചെയ്ത വിവരം ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകാർ അന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. കാരണം പിരമിഡ് മോഡലാണ് നിങ്ങൾ പൈസ പിരിവ് നടത്തുന്നത്. സാധാരണ ഇവിടുത്തെ ബാങ്കുകളും സൊസൈറ്റികളും ഒക്കെ പൊതുജനങ്ങളിൽ നിന്ന് പൈസ പിരിക്കാൻ ആ സൊസൈറ്റിയുടെ ലീഡർഷിപ്പിനെ പറ്റി ബോധ്യപ്പെടുത്തുകയും അവിടെ തന്നെ പ്രാദേശിക തലത്തിൽ ആൾക്കാരെ അവരുടെ ബാങ്കിന്റെ കപ്പാസിറ്റികൾ അറിയിക്കുകയും പൊതുജനത്തിന് തന്നെ ആ ലോൺ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതല്ല മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ്. ഉദ്ഘാടനമൊക്കെ ആഡംബരമായിട്ടാണ് മിനിഞ്ഞാന്നൊരെണ്ണത്തിന് നടന്നിട്ടുണ്ട്. സദേൺ സ്മൈൽസ് അറൗണ്ട് എന്ന പേരിൽ ഭയങ്കര ഷോയൊക്കെയാണ് അവരിവിടെ നടത്തിക്കൂട്ടി. ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് കൂടെ വന്നിട്ടുണ്ട്. കുറെ ആൾക്കാർ അതിന്റെ പുറകെ പോകുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനവർ രാഷ്ട്രീയക്കാരെ കൂട്ടുപിടിക്കും, പിന്നെ സമൂഹത്തിൽ അറിയപ്പെടുന്ന സമ്പാദ്യമുള്ളവരെല്ലാം പോയി കാണും. എന്നിട്ട് ഇവരെല്ലാം കൂടെ ചേർന്നൊരു പ്രദർശനം നടത്തും. പൈസ പോകുമ്പോൾ ഇവരാരും കാണത്തില്ലെന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയക്കാരും കാണത്തില്ല നിങ്ങളെ സഹായിക്കാൻ. കാരണം രാഷ്ട്രീയക്കാർക്ക് ഇതല്ല പണി. അവരിപ്പോ പ്രാദേശിക തലത്തിൽ വന്ന് ഉദ്ഘാടനത്തിന് വിളിച്ചാൽ വരും, 10 പേരൊന്ന് പരിചയപ്പെടുത്താൻ കൊടുക്കാൻ പറഞ്ഞാൽ പരിചയപ്പെടുത്തി കൊടുക്കും. പക്ഷെ ഇതെല്ലാം പിരമിഡ് സിസ്റ്റമാണ്. ഈ പിരിവ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ് അതിന്റെ ചുവട് പിടിച്ച് യാത്ര ചെയ്യുന്നത്. ഈ പിരമിഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഇവർ ചെയിൻ ഉണ്ടാക്കി ബിസിനസ് ചെയ്യാൻ ഇറങ്ങിത്തിരിച്ചവരാണ്. ഉറപ്പായും ഈ ചങ്ങല പൊട്ടും. ആദ്യം ചേർന്ന കുറെ മിടുക്കന്മാരും തട്ടിപ്പ് നടത്തിയ ടീമും കുറെ പണവുമായി അടുത്ത സ്ഥലത്തേക്ക് ചേക്കേറും. ഓർഗാനിക് ഐറ്റം മരുന്നുകൾ, ഫുഡുകൾ എന്ന പേരിൽ ഓരോ ഉൽപ്പന്നങ്ങൾ യാതൊരു നിലവാരവും ഇല്ലാതെ നിർമ്മിച്ചുകൊണ്ട് തെറ്റായ ആശയ പ്രചരണം നടത്തുന്നത് മൂലം മലയാളി ഈ കോമാളികളുടെ കരങ്ങൾ വീണു പോകുന്നത്. നാട്ടിലെ ചെറുകിട കച്ചവടക്കാരെ ഇല്ലായ്മ ചെയ്യുന്ന ഈ പിരമിഡ് സംഘത്തെ നിയമം മൂലം ഇല്ലായ്മ ചെയ്യാൻ സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്ന നടപടിക്രമങ്ങൾ ഉപയോഗപ്പെടുത്താൻ പൊതുജനം കൂടി തയ്യാറാകണം. PACL എന്ന വലിയ തട്ടിപ്പ് സംഘത്തിലെ 10,000-കണക്കിന് ഏജന്റന്മാരെ അണിനിരത്തി അവർ പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത കോടികൾ ആ കമ്പനിയുടെ പ്രൊമോട്ടർമാർ കടത്തിക്കൊണ്ടുപോയതുപോലെ തന്നെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റികൾ ഏജന്റന്മാരെ ഇറക്കി കേരളത്തിന്റെ ഗ്രാമങ്ങളും നഗരങ്ങളും വിഴുങ്ങിയ കഥ ഇവിടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഉറങ്ങിയിരുന്നവർ അറിഞ്ഞില്ല എന്നതാണ് വസ്തുത. ഇതിനായി ഇറങ്ങിത്തിരിച്ച ഏജന്റന്മാർ ഒന്നോർക്കുക, പ്രൊമോട്ടർമാർ മുങ്ങും, പൊതുജനം നിങ്ങളെയായിരിക്കും ക്രൂശിക്കുന്നത്. ഓർത്താൽ നന്ന്. ഇത് കേരളത്തിലെ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന സൊസൈറ്റികളുടെ സംരക്ഷണം ആഗ്രഹിച്ചുകൊണ്ട് അതിലെ 10,000-കണക്കിന് ജീവനക്കാരുടെ ഉപജീവന മാർഗം നഷ്ടപ്പെടാതിരിക്കുവാനും വിയർപ്പൊഴുക്കി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം അന്യാധീനപ്പെട്ട് പോകാതിരിക്കുവാനും പൊതുജനങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നൽകുന്ന വാർത്ത തുടരും. നന്ദി, നമസ്കാരം.